ഇന്ന് നമ്മൾ S2 മാത്സ് MAT 102 വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ട്രാൻസ്ഫോമിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മൊഡ്യൂൾ 1-ൽ നിന്ന് 7 മാർക്സിന് എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ലൈൻ ഇന്റഗ്രൽസ്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ്, കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്, ഇത്രയും പിന്നെ 3 മാർക്സിന് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ചോദിക്കാറുണ്ട്. അതുകൂടാണ്ട് വെലോസിറ്റി, ആക്സിലറേഷൻ, ടാൻജന്റും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ആണെങ്കിൽ ഈ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഇച്ചിരി ബേസിക് ആയിട്ടുള്ളത് വരുന്നുണ്ട്. അപ്പൊ അതറിയാമെങ്കിൽ ജസ്റ്റ് ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് നമ്പേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേറ്റ് അല്ലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആൻസേഴ്സ് കിട്ടുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 2-ലോട്ട് പോകുമ്പം ആകെ 3 തിയറമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഗ്രീൻസ് തിയറം, ഡൈവർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം. എല്ലാ തവണയും ഡൈവർജൻസ് തിയറവും ഗ്രീൻസ് തിയറം അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ട് സ്റ്റോക്സ് തിയറവും ഡൈവർജൻസ് തിയറം ആണ് വരാറ്. പിന്നെ ഈ സോഴ്സ് ആൻഡ് സിങ് പിന്നെ ഗ്രീൻ തിയറം ഉപയോഗിച്ചുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ആണ് 3 മാർക്സിന് ചോദിക്കാറ്. മൊഡ്യൂൾ 3-ലാണെങ്കിൽ 3 മാർക്സ് ആയിട്ട് ചോദിക്കുന്നത് ബ്രോൺസ്കി എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്. പിന്നെ മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യന്റും മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സും 7 മാർക്സിന് എല്ലാ തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് മൊഡ്യൂൾ 3-ന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷന്റെ ബേസിക്സ് ആവശ്യമേ ഇല്ല. അപ്പൊ മൊഡ്യൂൾ 3 വൃത്തിക്ക് പഠിക്കുവാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ്. കാരണം ജസ്റ്റ് ഇക്വേഷനോട് ഡയറക്റ്റ് നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൊഡ്യൂൾ 2 ഫുൾ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ, അതിൽ പാർഷ്യലും ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ മെത്തഡും എല്ലാം കയറുന്നുണ്ട്. അപ്പൊ മൊഡ്യൂൾ 2 പക്ഷേ ഇക്വേഷൻ ഭയങ്കര സിമ്പിളാ. അപ്പൊ അതിലോട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അറിയാവുന്നവർക്ക് വേണ്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ ഭയങ്കര വാസ്റ്റ് ആണ്. പക്ഷെ ലപ്ലാസ് ആ ഒരു കുറച്ച് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എന്നാന്ന് മനസ്സിലാക്കുവാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ ലപ്ലാസും ഉണ്ട്, ഇൻവേഴ്സ് ലപ്ലാസും പഠിക്കാനുണ്ട്. അപ്പം 3 മാർക്സിന് കൂടുതലും ലപ്ലാസ് ഇൻവേഴ്സും അതിന്റെ നമുക്ക് ലപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് എപ്പോഴും 3 മാർക്സിന് ചോദിക്കാറ്. പിന്നെ ODE, കൺവല്യൂഷൻ, ഇൻവേഴ്സ് ലപ്ലാസ് ആണ് പൊതുവെ 7 മാർക്സിന് ചോദിക്കാറ്. പിന്നെ മൊഡ്യൂൾ 5 എന്ന് പറയുമ്പം 3 മാർക്സിന് കൊസൈൻ ട്രാൻസ്ഫോം, സൈൻ ഇന്റഗ്രൽ ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ 7 മാർക്സിന് എപ്പോഴും ഒരു കോമ്പിനേഷൻ രീതിയിലാണ് ചോദിക്കാറ്. ഒന്നെങ്കിൽ ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ കൊസൈൻ ഇന്റഗ്രല്, അല്ലെങ്കിൽ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ, ഫൊറിയർ സൈൻ കൊസൈൻ ട്രാൻസ്ഫോം, ആ രീതിയിൽ ഒരു കോമ്പിനേഷൻ രീതിയിലാണ്. പിന്നെ മൊഡ്യൂൾ 7 ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ വേണ്ടിയതാ. ഇൻ കേസ് അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഒരു പ്രോബ്ലമേ 2ഉം 3ഉം ഇക്വേഷൻസ് ആ വരുന്നത്. അപ്പൊ ആ ഇക്വേഷൻസ് മാത്രം എഴുതുന്നതിന് തന്നെ 1ഉം 2ഉം മാർക്ക് വെച്ച് കിട്ടും. അതുപോലെ തന്നെ മൊഡ്യൂൾ 2 അങ്ങനെ ഇക്വേഷൻ ഹെവി ആയിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പൊ മൊഡ്യൂൾ 2ഉം 5ഉം ഇൻ കേസ് പഠിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഇക്വേഷൻസ് മാത്രം എഴുതി വെക്കുന്നതിന് ഒത്തിരി മാർക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇനി മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യാം. അപ്പൊ മൊഡ്യൂൾ 1 എന്ന് പറയുമ്പം നമ്മളുടെ കാൽക്കുലസ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ് ആ വരുന്നത്. അപ്പം ഇതിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പം ഈ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ടി, ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് ഓഫ് ടി എന്നാണ്. അപ്പൊ വെക്ടർ റെപ്രസെന്റേഷൻ ആണ് ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഐ ക്യാപ് പ്ലസ് വൈ ഓഫ് ടി ജെ ക്യാപ് പ്ലസ് ഇസഡ് ഓഫ് ടി കെ ക്യാപ് എന്ന് വരുന്നത്. പിന്നെ അതിന്റെ കമ്പോണന്റ് ഫോം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി. പിന്നെ ഈ വെക്ടർ ഈ മൊഡ്യൂളിന്റെ അകത്താണെങ്കിൽ വെലോസിറ്റി, സ്പീഡ്, ആക്സലറേഷൻ, ഇത് എല്ലാ തവണയും മാറി മാറി 3 മാർക്സിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം വെലോസിറ്റി എന്ന് പറയുമ്പം നമ്മളുടെ വെക്ടർ റെപ്രസെന്റേഷൻ ആർ ഓഫ് ടി ആണെന്ന് പറഞ്ഞു. അപ്പം വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ആ ആർ ഓഫ് ടി എന്താണ് അതിന്റെ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതാണ് നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നെ സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഈ വെലോസിറ്റി എന്താ കിട്ടുന്നത് അതിന്റെ ജസ്റ്റ് മോഡുലസ് എടുത്താൽ മതി. അതാണ് സ്പീഡ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളുടെ വെലോസിറ്റി ആർ ഓഫ് ടി അല്ലേ, അപ്പം ആ കിട്ടിയേക്കുന്ന ആർ ഓഫ് ടീനെ ഒന്നോടെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. 2 തവണ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ്
നമുക്ക് ആക്സലറേഷൻ കിട്ടുന്നത്. അപ്പൊ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇൻ കേസ് ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുവാണെങ്കിൽ ഒരു 2 R@T1 T2 കിട്ടും. അപ്പം R@T2 മൈനസ് R@T1 ചെയ്യുന്നതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യണം. ഇന്റഗ്രൽ T1 to T2 വെലോസിറ്റി ഓഫ് ടി ഡി ടി ആണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനും റെയർ ആയിട്ടാണ് ചോദിക്കാറ്, എന്നാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡിസ്റ്റൻസിൽ എങ്ങനെയാന്ന് വെച്ചാൽ എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ T1 to T2 മോഡുലസ് വെലോസിറ്റി ഡി ടി ആണ് എടുക്കേണ്ടത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡിസ്റ്റൻസ് കിട്ടും. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് ആണ്. അപ്പം ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം ഫംഗ്ഷൻ എഫ് ഇസ് ഈക്വൽ ടു ഡി എഫ് ബൈ ഡി എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡി എഫ് ബൈ ഡി വൈ ജെ ക്യാപ്പ് പ്ലസ് ഡി എഫ് ബൈ ഡി ഇസഡ് കെ ക്യാപ്പ് ആണ്. ഇതിനെ വെക്ടർ നോർമൽ ടു ദ സർഫസ് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്നും അറിയപ്പെടും. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് വെക്ടർ നോർമൽ കണ്ടുപിടിക്കാൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളുടെ ആ ആർ ഓഫ് ടി നമുക്ക് തരും, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വാല്യൂസ് ഡയറക്റ്റ് എടുത്തിടുവാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗ്രേഡിയന്റ് ഓഫ് എ സ്കേലാർ ഫീൽഡ് കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ അടുത്ത് മാക്സിമം സ്ലോപ്പ് എത്രയാ മിനിമം സ്ലോപ്പ് എത്രയാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ മാക്സിമം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെൽ എഫ് ആണ്, മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. മിനിമം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നെഗറ്റീവ് ഓഫ് മോഡുലസ് ഡെൽ എഫ് ആണ്. അപ്പം മാക്സിമം അല്ലെങ്കിൽ മിനിമം സ്ലോപ്പും 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇതാണെങ്കിൽ എല്ലാ തവണയും 7 മാർക്സിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിന്റെ മെയിൻ എക്വേഷൻ എന്ന് പറയുമ്പം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡെൽ എഫ് മൾട്ടിപ്ലൈഡ് ബൈ ആക്സലറേഷൻ ബൈ മോഡുലസ് ഓഫ് ആക്സലറേഷൻ ആണ്. അപ്പം അല്ലെങ്കിൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡി ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. അപ്പം ഒരു ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. മിനിമം വാല്യൂ ആണെങ്കിൽ മൈനസ് മോഡുലസ് ഓഫ് ഡെൽ എഫ് ആയിരിക്കും. അടുത്തത് ഡൈവർജൻസ്. ഡൈവർജൻസ് ചോദിക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് പി പ്ലസ് ഡി ബൈ ഡി വൈ ഓഫ് ക്യൂ പ്ലസ് ഡി ബൈ ഡി സെഡ് ഓഫ് ആർ ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ പി ക്യൂ ആർ കിട്ടും. അപ്പൊ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ആ ഇതിന്റെ ഡൈവർജൻസ് കിട്ടും. ഡൈവർജൻസും കേളും എല്ലാം 3 മാർക്സിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതെന്തായാലും നോക്കിയിട്ട് പോവുക. കേൾ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷന്റെ കേൾ എന്ന് പറയുമ്പം നമുക്ക് ഒരു മെട്രിക്സ് പോലെ ആക്കേണ്ടി വരുന്നു. അപ്പം ഇതിലാണെങ്കിൽ നമ്മൾ ആ ഡെൽ ഫംഗ്ഷൻ ഇൻറ്റു എഫ് ആണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഐ ജെ കെ കമ്പോണൻസ് ഉണ്ട്. എന്നിട്ട് ഡി ബൈ ഡി എക്സ്, ഈ ഡെൽ എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി എക്സ്, ഡി ബൈ ഡി ബൈ ഡി ബൈ ഡി വൈ, പിന്നെ ഡി ബൈ ഡി ഇസഡ് ആണ്. ഇവിടത്തെ നമ്മളുടെ എഫ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? പി ഉണ്ട്, ക്യൂ ഉണ്ട്, ആർ ഉണ്ട്. അപ്പം ഇവിടെ കേളിൽ നമ്മൾ എടുത്തേക്കുന്നത് എം എൻ പി ആ. അപ്പം അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവല്ല്. ഇവിടെ ഇപ്പൊ പി ക്യു ആർ കൊടുത്തു, നമ്മൾ എക്സ് വൈ സെഡ് കൊടുക്കുന്ന പോലെ ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എം എൻ പി ആണ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കും. അപ്പൊ ഡിറ്റർമിനന്റ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇപ്പം ഐ എടുത്ത്, ഇപ്പോൾ നമ്മൾ ഈ ഐ എടുത്തെന്ന് വിചാരിച്ചോ, ഐ എടുത്തിട്ട് അപ്പം ഈ റോയും നമ്മൾ നോക്കത്തില്ല, ഈ റോയും നോക്കത്തില്ല, ഈ കോളവും നോക്കത്തില്ല. പിന്നെ ഈ 4 ഇത് കണ്ടോ എക്സ്പ്രഷൻസ്, അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് വരുന്നതിന്റെ നെഗറ്റീവ് എടുക്കും. അങ്ങനെയാണ് നമുക്ക് ഡിറ്റർമിനന്റ് എടുക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ നമ്മൾ 3 ഐയും ജെയും കെയിന്റെയും ഓരോന്നോരോന്ന് റോയും എടുത്തിട്ട് നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കും. എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നതാണ് ആ നമ്മൾക്ക് തന്നേക്കുന്ന ഫംഗ്ഷന്റെ എന്നാ പറയുന്ന കേള്. അപ്പം അതെപ്പോഴും നമുക്ക് ആ കിട്ടുന്ന ഫംഗ്ഷൻ എം ഓഫ് ഐ ക്യാപ്പ് പ്ലസ് എൻ ജെ ക്യാപ്പ് പ്ലസ് പി കെ ക്യാപ്പ് ആയിരിക്കും നമുക്ക്
കിട്ടുന്ന ആ ഒരു ഫോം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കാണ് ലൈൻ ഇന്റഗ്രല്. അപ്പൊ ലൈൻ ഇന്റഗ്രല് എന്ന് പറയുന്നത് അതിന്റെ മെയിൻ ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇന്റഗ്രൽ സി എഫ് ഇൻറ്റു ഡി ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി. നമ്മുടെ ലിമിറ്റ്സ് ആണ് എഫ് ഓഫ് ആർ ഓഫ് ടി. ആർ ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്നാ എഫ് ഓഫ് എക്സ് ഓഫ് ടി, വൈ ഓഫ് ടി, ഇസഡ് ഓഫ് ടി, അതാണ്. പിന്നെ ഇൻറ്റു ആർ ഓഫ് ടി ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാത്രം എഴുതുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അപ്പം ഇന്റഗ്രൽ എപ്പോഴും ഒരു സ്കെയിലാർ വാല്യൂലായിരിക്കും തരുന്നത്. അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡാ. അപ്പം ഇതാണെങ്കിൽ കൺസർവേറ്റീവ് ആവാം അല്ലെങ്കിൽ ഇറാഷണലും ആവാം. ഇഫ് ഡെൽ ഇൻറ്റു ഫംഗ്ഷൻ വെക്ടർ ഇസ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഇറാഷണൽ ആണെന്നും നമുക്ക് പറയാം. ഇറാഷണൽ അല്ല, ഇറോട്ടേഷണൽ. അപ്പം അതിന്റെ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇഫ് എഫ് വെക്ടർ എം ഐ ക്യാപ് പ്ലസ് എൻ ജെ ക്യാപ് പ്ലസ് പി കെ ക്യാപ് കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഇറോട്ടേഷണൽ ആണ് ഇഫ് ഡെൽ ഇൻറ്റു ഫംഗ്ഷൻ വെക്ടർ ഇസ് ഈക്വൽ ടു 0. പിന്നെ ഇതിന്റെ കമ്പോണന്റ് ടെസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പൊ കമ്പോണന്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. പൊതുവെ കുറവാണ്, എന്നാലും 3 മാർക്സിന്റെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കമ്പോണന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡി എം ബൈ ഡി വൈ ഇസ് ഈക്വൽ ടു ഡി എൻ ബൈ ഡി ഇസഡ് ഡി എക്സ്, പിന്നെ ഡി ബൈ ഡി ഇസഡ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി വൈ ഓഫ് പി, പിന്നെ ഡി പി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ഇസഡ് ഓഫ് എം. എന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഫൈനെയും പിന്നെ ആ കമ്പോണൻസിനെയും ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ടു ഇട്ട് കൊടുത്തേക്കണം. അപ്പം അത് വെച്ചിട്ട് അത് അതിന്റെ അത്രയും ടേംസും ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണെങ്കിൽ അതൊരു കൺസർവേറ്റീവ് വെക്ടറാ. ഇൻ കേസ് അത് 0 ആവുകയാണെങ്കിൽ അതിന് സോളിനോയിഡ്, അത് സോളിനോയിഡൽ ആണെന്നും നമുക്ക് പറയാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും നെഗറ്റീവ് ഓഫ് ഫൈ ആയിരിക്കും. നമുക്ക് കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വെക്ടർ ഫീൽഡ് എഫ് തന്നിട്ടുണ്ട്, അത് കൺസർവേറ്റീവ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ കൺസർവേറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈ ഇൻറ്റു എഫ് 0 ആയി പോകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഡിറ്റർമിനന്റ് എല്ലാം എടുത്ത് സോൾവ് ചെയ്ത് വരുമ്പം നമുക്ക് 0 ആണ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണ് അല്ലെങ്കിൽ ഇറോട്ടേഷണൽ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റെപ്പ് വൈസ് ഉള്ള ആൻസറാ. അപ്പം ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യണം. കാരണം കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പം ഡിറ്റർമിനന്റ് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം അങ്ങനെ എടുത്തിട്ട് ഓരോന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടും. അപ്പൊ അത് കട്ടായി 0 ആയി പോകുന്നുണ്ടെങ്കിൽ അത് ഇറോട്ടേഷണൽ ആണ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആണ്. ഇനി ഇതൊരു ബേസിക് 3 മാർക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ ഓഫ് ആർ ഓഫ് ടി. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ആർ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ടി സ്ക്വയർ, ടി ക്യൂബ് അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്. ചിലതിൽ ചിലപ്പം ടി സ്ക്വയർ ഐ ക്യാപ് പ്ലസ് ടി ക്യൂബ് ജെ ക്യാപ് അങ്ങനെയൊക്കെ കൊടുക്കാം. അപ്പം അത് ജസ്റ്റ് ഐ ജെക്ക് അതിന്റെ ഓർഡറിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ആദ്യം നമുക്ക് വെലോസിറ്റി അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പം വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആർ ഓഫ് ടീനെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ ഈ ആർ ഓഫ് ടീനെ നമ്മൾ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ കിട്ടിയ ആൻസർ ആണ് ഇത്. അതാണ് നമ്മളുടെ വി ഓഫ് ടി എന്ന് വെച്ചാൽ വെലോസിറ്റി. അടുത്ത സ്പീഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്താണ്, ആ വെലോസിറ്റി എന്താണ് കിട്ടിയത് അതിനെ ജസ്റ്റ് മോഡുലസ് ആക്കി എടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഈ ആൻസർ കിട്ടും. അതാണ് നമ്മളുടെ വെലോസിറ്റി. ആക്സിലറേഷൻ എന്ന് പറയുമ്പം നമുക്ക് ആ വെലോസിറ്റിനെ
ഒന്നോടെയും ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ നമുക്ക് ഇതാണ് കിട്ടിയത്. ഇതിന്റെ ഒന്നോടെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അതാണ് നിങ്ങളുടെ വെലോസിറ്റി. അടുത്തത് ഗ്രേഡിയന്റ് ഓഫ് ഈ ഫംഗ്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന്റെ ഇക്വേഷൻ എന്നാ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുന്നു, പിന്നെ വൈ എടുക്കുന്നു, പിന്നെ ഇസഡ് എടുക്കുന്നു. ഇതാണ് നമ്മളുടെ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അപ്പം ആദ്യം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. ഈ വൈ സ്ക്വയർ 0 ആയി പോവും, ഇസഡ് സ്ക്വയറും 0 ആയി പോവും, മിച്ചമുള്ളത് എക്സ് സ്ക്വയർ. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x എന്നാവും. അതാണ് ഇവിടെ വന്നേക്കുന്നത് 2x. പിന്നെ അടുത്തത് കോമ ഇട്ട് കഴിഞ്ഞിട്ട് ഡി ബൈ ഡി വൈ ഓഫ് എഫ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുന്നത്. അപ്പം ഈ എക്സും ഇസഡും 0 ആയിപ്പോ 2y എന്ന് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും 0 ആയിപ്പോ ഇസഡ് സ്ക്വയർ എന്നുള്ളത് 2y ആവും. അങ്ങനെയാണ് ഈ ആൻസർ നമുക്ക് കിട്ടുന്നത്. അടുത്ത ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഡയറക്ഷണൽ ഡെറിവേറ്റീവില് നമ്മുടെ ഫംഗ്ഷൻ എസ് സ്ക്വയർ വൈ ആണ് കൊടുത്തേക്കുന്നത്. നമ്മളുടെ ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് 1ഉം 2. പിന്നെ വെക്ടറിന്റെ ഡയറക്ഷൻ 3ഉം 4ഉം കൊടുത്തേക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മളുടെ യൂണിറ്റ് വെക്ടർ എഴുതണം. അത് കഴിഞ്ഞിട്ട് ഗ്രേഡിയന്റ് ഡെൽ എഫ് എടുക്കണം. അപ്പൊ നമുക്ക് ഈ വാല്യൂ കിട്ടും. നേരത്തെ പറഞ്ഞേക്കുന്ന ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്നിട്ട് ഈ ഡെൽ എഫിലോട്ടാണ് നമ്മൾ എക്സ് വൈയുടെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ 1ഉം 2ഉം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 4ഉം 1ഉം. എന്നിട്ട് ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ എങ്ങനെയാന്നാ പറഞ്ഞത്, ഡി ഇൻറ്റു ഡെൽ എഫ് അല്ലേ, അല്ല ഡെൽ എഫ് ഇൻറ്റു യൂണിറ്റ് ഡെറിവേറ്റീവ്. അപ്പൊ ഇവിടെ നമ്മളുടെ യൂണിറ്റ് വെക്ടർ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് മൾട്ടിപ്ലൈഡ് ബൈ ഡെൽ എഫ്, എന്നിട്ട് അത് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലിക്കേഷനും ക്യാൻസലേഷനും ഓരോന്നും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16/5 കിട്ടും. അതാണ് നമ്മുടെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഈ ഫംഗ്ഷന്. ഇത് ഉറപ്പായിട്ടും 7 മാർക്സിനും 3 മാർക്സിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല. അടുത്തത് നമ്മൾക്ക് ഡൈവേർജൻസ് ആൻഡ് കേള് നോക്കാം. അപ്പം ഡൈവേർജൻസ് ആൻഡ് കേളിന്റെ ഇക്വേഷൻസ്, ഡൈവേർജൻസിലാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡി ബൈ ഡി എക്സ്, ഡി ബൈ ഡി വൈ, ഡി ബൈ ഡി സെഡ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് പി ക്യു ആർ എടുക്കുന്നു. കേളിലാണെങ്കിൽ നമ്മൾ ആ ഡെൽ ഇൻറ്റു എഫ് ചെയ്യുന്നു. അപ്പം ഏറ്റവും ആദ്യം ഡൈവർജൻസ് ആണെങ്കിൽ എങ്ങനെയാ, നമ്മളുടെ പി കമ്പോണന്റിന്റെ ഡി ബൈ ഡി എക്സ് എടുത്ത്, അത് കഴിഞ്ഞിട്ട് ക്യൂ കമ്പോണന്റ് ഡി ബൈ ഡി വൈ എടുത്ത്, അത് കഴിഞ്ഞിട്ട് ആർ കമ്പോണന്റ് ഡി ബൈ ഡി ഇസഡ് എടുത്ത്, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മളുടെ ഡൈവർജൻസ്. കേളിനാണെങ്കിൽ നമ്മള് ഐ ജെ കെ, പിന്നെ ഡി എക്സ്, ഡി വൈ, ഡി ഇസഡ്, പിന്നെ പി ക്യു ആർ കൊടുത്തിട്ട് നമ്മൾ മാട്രിക്സ് ഫോമിൽ എഴുതി നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ഐ ജെ കെയുടെ ഓരോന്നെടുത്ത് എന്നിട്ട് നമുക്ക് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡെൽ ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 0 ആയി പോകണം. അപ്പം ഇവിടെ അത് ചെയ്തു കഴിയുമ്പോൾ 0 ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കൺസർവേറ്റീവ് എന്നായത്. അടുത്തത് ലൈൻ ഇന്റഗ്രലിന്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മളുടെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഇത് ആർ ഓഫ് ടിയുടെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഈ ഇക്വേഷനിലോട്ടാണ് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് ലിമിറ്റ് നമ്മൾ 0 to 1 ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 0 to 1 എന്ന് വന്നത്. അപ്പം നമുക്ക് ടി സ്ക്വയർ 0 to 1 ആണ്. അപ്പം 1 സ്ക്വയർ മൈനസ് 0 എന്ന് വരും. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ 1 എന്ന് വന്നേക്കുന്നത്. പിന്നെ അടുത്തത് നമ്മൾക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് അതിന്റെ പൊട്ടൻഷ്യൽ 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത്, അപ്പം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ 2xy എന്നുള്ളത്
നിങ്ങൾ ഇന്റഗ്രേഷൻ ബേസിക്സ് അറിയാത്തവരാണെങ്കിൽ ഈ 2xyനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പം 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു വൈ എന്ന് വരും. ഈ 2ഉം 2ഉം ക്യാൻസൽ ആയി പോവും. അതുകൊണ്ടാണ് ഇവിടെ എക്സ് സ്ക്വയർ വൈ എന്ന് വന്നത്. പിന്നെ ഇതേ സെയിം ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഇപ്പം വൈ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഇവിടെ ബാക്കിയും കൂടി ഉണ്ട്. അപ്പം വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇൻ കേസ് ഇപ്പം ആ സെക്കൻഡ് എക്സ് സ്ക്വയർ മാത്രമുള്ള ടേം ആണെന്ന് വിചാരിച്ചു. ഇതിനെ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ വൈ എന്ന് വരും. നിങ്ങളെ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി ഓർത്തിരിക്കുന്ന ഇങ്ങനെയാണ്. ഇന്റഗ്രേഷനിൽ എപ്പോഴും നമ്മളുടെ കയ്യിലുള്ളത് കൂടത്തേ ഉള്ളൂ, ഡിഫറൻസിയേഷനിൽ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഡൗട്ട് വരത്തില്ല. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും ഡെറിവേറ്റീവ് എടുത്ത് ഇതാണ് ഫൈനൽ കിട്ടിയേക്കുന്ന വാല്യൂസ്. എന്നിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെയും പിന്നെ ഡെറിവേറ്റീവ് എടുത്ത് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഫംഗ്ഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0 ആണ് വാല്യൂ. അത് കഴിഞ്ഞിട്ട് 5xyz എന്നുള്ളത് നമ്മൾ ഈ ഓരോ എക്സും വൈയും ഇസഡും ആയിട്ട് ഓരോന്ന് ഇന്റഗ്രേറ്റ് ചെയ്തത് അതിന്റെ ഓരോ വാല്യൂ ലാസ്റ്റ് എഴുതിയാൽ മതി. ഈ ലാസ്റ്റ് സി ഇട്ടേക്കുന്നതെന്ന് പറയുമ്പം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് എപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു സി കോൺസ്റ്റന്റ് എപ്പോഴും പ്ലസ് ആയിട്ട് കൊടുക്കാറുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ വാല്യൂ കൂടും, അതുകൊണ്ടാണ് അവിടെ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാവാം. അതാണ് ആ സി ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യന് ഫോർ ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് വെലോസിറ്റി, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കണ്ടുപിടിക്കണം, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, നോർമൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആൻഡ് ഇവിടെ എല്ലാത്തിനും നമുക്ക് ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, അത് 1 ആണ്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയേക്കുന്ന ആർ ഓഫ് ടിനെ ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടും. ഈ വെലോസിറ്റിനെ ഒന്നോടെയും ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്. ഇതിപ്പോ ഇവിടെ ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ടിയുടെ വാല്യൂവും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ടെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെ 3 ഇൻറ്റു 1 സ്ക്വയർ, അപ്പം 3 തന്നെ, 3 + 2 + 1 വരും. ഇവിടെ ആക്സിലറേഷന്റെ ഇവിടെ ആണെങ്കിൽ 6 ഇൻറ്റു 1 6 + 2 വരും. അങ്ങനെ അടുത്ത് നമ്മൾ സ്പീഡ് അങ്ങനെ പിടിക്കുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ എന്നാ, ആ വെലോസിറ്റി എന്നാ കിട്ടിയത് അതിന്റെ ജസ്റ്റ് മോഡുലസ് എടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ടിന്റെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടതാണ്. ടി 1 ആണ്, അപ്പം 9 + 4 + 1 വരും. അടുത്തത് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. അപ്പം ഇവിടെയാണ് നമുക്ക് വി വെലോസിറ്റി എന്നാ കിട്ടിയത് അതിന്റെ ജസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷന്റെ നമുക്ക് ഈ മൊഡ്യൂൾസിലാണെങ്കിൽ ഈ പാർഷ്യൽ ഫ്രാക്ഷൻസ് ഒക്കെ വേണ്ടി വരുന്ന കേസസ് വരാറുണ്ട്. അപ്പം അതും എല്ലാം ഒന്ന് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഇൻ കേസ് ബേസിക്സ് അതുപോലെ അറിയത്തില്ലെങ്കിൽ ബേസിക്സ് എന്തായാലും വൃത്തിക്ക് പഠിക്കണം. കാരണം നമുക്ക് ഇൻ കേസ് മെത്തേഡ് അറിയെങ്കിൽ പോലും ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ എവിടെയെങ്കിലും ബ്ലോക്ക് ആയി പോയാൽ പിന്നെ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല. അടുത്തത് നമ്മളുടെ അടുത്ത് കർവേച്ചർ കെ ഓഫ് ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് കിട്ടിയ വെലോസിറ്റിയും ആക്സിലറേഷനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെലോസിറ്റി ക്യൂബ് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ വാല്യൂസ് കെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നതിന്റെ ആൻസേഴ്സ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതായിട്ട് നിങ്ങൾ തന്നെ ചെയ്തിട്ട് ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് എന്തായാലും ചെയ്യണം. അടുത്തത് ലൈൻ ഇന്റഗ്രല്. ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ലൈൻ ഇന്റഗ്രലിന്റെ പ്രോബ്ലം ഇത് ലൈൻ ഇന്റഗ്രലിന്റെ ഈ പ്രോബ്ലം എന്ന് പറയുന്ന സർക്കിളിന്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതുപോലെ തന്നെ
ആ ഒരു സർക്കിള് ആ ഒരു രീതി വരുന്ന മൊഡ്യൂൾ 2 നമുക്ക് കാണാനുണ്ട്. അങ്ങനത്തെ പ്രോബ്ലംസ് നല്ല വൃത്തിക്ക് തന്നെ എന്തായാലും ചെയ്ത് പഠിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഇത്. അപ്പം ഇതിന് നമ്മളാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പം ഇപ്പൊ ഇത് നമ്മളുടെ എക്സ് വൈ ആണ്. ഒരു യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ വരും എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഈ പോയിന്റ് 1, ഈ പോയിന്റ് 1, ഈ പോയിന്റ് ഇവിടെ താഴെ ടച്ചാവുന്നത് -1, ഈ പോയിന്റും -1. ഇതാണ് ഒരു യൂണിറ്റ് സർക്കിളിൻ്റെത് വരുന്നത്. അപ്പം അതിന് നമ്മൾ എളുപ്പത്തിന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോസും സൈനും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡി ഓഫ് എക്സ് ഈ വാല്യൂ കൊടുക്കുന്നു, ഡി ഓഫ് വൈ കോസ് ടി ഡി ടി കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണല്ലോ. നമ്മുടെ ഡി എക്സ് ഇതാണ്, ഡി വൈ ഇതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളുടെ ഫംഗ്ഷൻ മൈനസ് സൈൻ ടി കോസ് ടി ആണ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇക്വേഷനിലോട്ട്, ലൈൻ ഇന്റഗ്രലിന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് 2π എന്നുള്ള ആൻസർ കിട്ടും. അപ്പം അത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ പിന്നെ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ സർക്കിളിന്റെ ഇമേജ് ഞാൻ കാണിച്ച പോലെ വരച്ച 1, 1 എല്ലാം മാർക്കും ചെയ്യണം. പിന്നെ ആ വാല്യൂ എവിടെ ഉള്ളതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് അതും കൂടി ഒന്ന് കാണിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇത് വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ടൈം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് കിട്ടിയേക്കുന്ന ആറിന്റെ ഈ ഫംഗ്ഷൻ. സ്പീഡ് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയേക്കുന്ന വെലോസിറ്റിനെ ഒന്നോടെയും ഡെറിവേറ്റീവ് എടുക്കുന്ന. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടിയേക്കുന്ന വെലോസിറ്റിയുടെ മോഡുലസ് എടുക്കുന്നത്. ആ കിട്ടിയേക്കുന്ന ആൻസറിന്റെ അവിടെ നമുക്ക് ടിയിലായിരിക്കുമല്ലോ ആൻസർ കിട്ടിയേക്കുന്നത്, അതിലെല്ലാത്തിലോട്ടും 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ നമുക്ക് എഴുതി വെക്കേണ്ടത്. ഓക്കെ, അടുത്ത് നമ്മൾ 11th ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. അപ്പം ആർ ഓഫ് ടി ഇസ് ഈക്വൽ ടു T2 T3. നമുക്ക് AT/AN പിന്നെ T ഇസ് ഈക്വൽ ടു 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ഓഫ് ടീനെ നേരെ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പൊ നമുക്ക് വെലോസിറ്റി കിട്ടുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ വെലോസിറ്റി എന്നാ കിട്ടിയ അതിന്റെ നേരെ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന. സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി വെലോസിറ്റിനെ ഒന്നോടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. എന്ന് പറയുമ്പോൾ സെയിം ഇത് തന്നെ. പിന്നെ നമ്മളുടെ അടുത്ത് ടിക്ക് 1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ടെല്ലാം ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ റെസ്പെക്റ്റീവ് ആൻസേഴ്സ് കിട്ടും. അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 12th ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പം നേരത്തെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്ന, വെലോസിറ്റി തന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന. ഈ ഇ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ഇ ഓഫ് ടി തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഇവിടെ ഇപ്പൊ ഇൻ കേസ് ഇ ഓഫ് 2t വരുന്നെങ്കിൽ 2t എന്ന് വരും. ഈ ഇ ഓഫ് ടി, ഈ റിലേറ്റഡ് വാല്യൂസിന്റെ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും സെയിം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ വെലോസിറ്റി കണ്ടുപിടിച്ച് വെലോസിറ്റിന്റെ ഒന്നോടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. വെലോസിറ്റിന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പൊ നമുക്ക് ഈ 3 വാല്യൂ കിട്ടും. ആ ഇക്വേഷനിലോട്ട് നമ്മൾ ടിയുടെ വാല്യൂ 0 ആണെന്നും പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ടി ഇല്ലാണ്ട് ആ കറക്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടും. അല്ലെ നമ്മളുടെ എപ്പോഴും ടി ഫംഗ്ഷൻ വെച്ചിട്ട് ആൻസർ വരുന്നത്. പിന്നെ ടാൻജൻഷ്യൽ ആക്സിലറേഷൻ എന്ന് പറയും. നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ടാൻജൻഷ്യൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ്. ടാൻജൻഷ്യൽ ആക്സിലറേഷന്റെ ഇക്വേഷൻ എ ഓഫ് ടി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു എ ബൈ മോഡുലസ് വി. എന്നിട്ട് ആ ഇക്വേഷനിലോട്ട് നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് ടിയുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3/√2 കിട്ടും. അപ്പം
ഇത്രയുമാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ നല്ലപോലെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ ലൈൻ ഇന്റഗ്രല്, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇതെല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തായാലും സോൾവ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 സുഖമായിട്ട് കിട്ടും. താങ്ക് യു.